So now let us discuss one of the textual question. That is നിങ്ങളുടെ NCERT textbook ലുള്ള ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, so നോക്കാം. There is a circular path around a sports field. ഒരു സ്പോർട്സ് ഫീൽഡിന് ചുറ്റും എന്തുണ്ട്? ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. Here you can see that circular path, right? Next നമ്മളോട് പറയുന്നു Priya takes 18 minutes to drive one round of the field, while Ravish takes 12 minutes for the same. That is പ്രിയ എന്ന് പറയുന്ന ആൾക്ക്, ദാറ്റ് ഇസ് ആ ഒരു കുട്ടിക്ക് ഒരു റൗണ്ട്, ദാറ്റ് ഇസ് ഇപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നും കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ എത്താനായിട്ട് ഷീ ടേക്സ് 18 minutes. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് രവീഷിനെ സംബന്ധിച്ച് ഇതേപോലെ തന്നെ ഫ്രം ദ സെയിം പോയിന്റ്, ഇതേ പോയിന്റിൽ നിന്നും പോയി ഒരു റൗണ്ട് കറക്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് വരാൻ രവീഷിന് വേണ്ടത് 12 minutes ആണ്. ഓക്കെ, സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ് അറ്റ് ദ സെയിം ടൈം ആൻഡ് ദേ ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇപ്പൊ സപ്പോസ് രവീഷും അതുപോലെ തന്നെ പ്രിയ ഇവർ രണ്ടുപേരും ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത് ഒരേ പോയിന്റിൽ നിന്നും അറ്റ് ദ സെയിം ടൈം ആൻഡ് ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വെൽ ദേ മീറ്റ് അറ്റ് അഗൈൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ തന്നെ തിരിച്ച്, ദാറ്റ് ഈസ് ഇങ്ങനെ പോയി തിരിച്ച് ഈ ഒരു പോയിന്റിൽ തന്നെ ഒരേ സമയം ഇവരെത്തുന്നത് എപ്പോഴായിരിക്കും? കാരണം ഇവർക്ക് എല്ലാവർക്കും രണ്ടുപേർക്കും തന്നെ ഡിഫറെന്റ് ടൈം ആണ് അവരെടുക്കുന്നത് ഫോർ കംപ്ലീറ്റിംഗ് വൺ റൗണ്ട് അറൌണ്ട് ദി സർക്കുലർ പാത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇനി എത്ര മിനിറ്റിന് ശേഷമായിരിക്കും ഒന്നിച്ച് ഈ പോയിന്റിൽ എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ആരെയാണ്? പ്രിയ. ഓക്കെ, പ്രിയയെ സംബന്ധിച്ച് ഒരു റൗണ്ട്, ഓക്കെ ഫസ്റ്റ് റൗണ്ട്സ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് കവർ ചെയ്യാനായിട്ട് ഷീ ടേക്സ് 18 minutes. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമുക്ക് രവീഷ് ആണ്. രവീഷിനെ സംബന്ധിച്ച് ഒരു റൗണ്ട് കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന 12 minutes ആണ്. അപ്പോൾ ഫോർ ദ സെക്കൻഡ് റൗണ്ട് നമുക്ക് വരുന്നത് 18ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ, ദാറ്റ് ഈസ് 36 സെക്കൻഡ് മൾട്ടിപ്പിൾ. ഇതിനെ സംബന്ധിച്ച് 12ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആണ് വരിക ആൻഡ് 24. ഓക്കെ, ആൻഡ് ഫോർ ദ തേർഡ് റൗണ്ട് നമുക്ക് പറയാൻ പറ്റും ആൻഡ് 36, അപ്പോൾ എന്താ വരിക, ഇറ്റ് ഈസ് 54 ആൻഡ് ഇതിനെ സംബന്ധിച്ച് 36. സോ you can see that 36. okay, second round പ്രിയ 36 minutes കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ രവീഷ് തേർഡ് റൗണ്ടില് 36, that is 36 സെക്കൻഡ് കൊണ്ട് 3 റൗണ്ട് കവർ ചെയ്യുന്നു. ഇയാൾ 36 സെക്കൻഡ് കൊണ്ട് 2 റൗണ്ട് കവർ ചെയ്യുന്നു. ആരാണ്? പ്രിയ. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, ഇവർ രണ്ടുപേരും ഇനി ഒന്നിച്ച് വരുന്നത് 36ാമത്തെ സെക്കൻഡിലാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും 18ന്റെയും 12ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് 36 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർ എടുത്തിരിക്കുന്ന ടൈം ഇന്റർവൽ അനുസരിച്ചിട്ട് നമുക്ക് അവരുടെ ആ ഒരു പ്രോഗ്രഷൻ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കോമൺ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഒരേ പ്ലേസിൽ ഇവര് തിരിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് എത്താനുള്ള ആ ഒരു ടൈം ഇന്റർവൽ എന്ന് പറയുന്നത്. അതില് ഇപ്പൊ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് തൊട്ടടുത്ത് എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ വി ഷുഡ് ഓപ്റ്റ് ഫോർ ദി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് ഫ്രം ദാറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ?